നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാടിളക്കിയുള്ള പ്രചാരണവുമായി മുന്നേറുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് എല്ലാവരുടെയും പൊതു അഭിപ്രായം. എം ആരിഫിന് വേണ്ടി CPM-ഉം ഇടത് പാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കുള്ളിൽ മോദിയെക്കുറിച്ച് ഭയം നിറയ്ക്കുന്ന പ്രസംഗങ്ങൾ നടത്തി ആ വോട്ട് ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ TG മോഹൻദാസ് പറയുന്നത്. അവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ ഉറപ്പിക്കാനും CPM ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇക്കുറി ശോഭയെ തടയാനാവില്ല എന്നാണ് TG പറയുന്നത്. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ശോഭ പറയുമ്പോൾ കളക്ടറേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ വൻ ജനക്കൂട്ടമായിരുന്നു. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു. ഇത് കോൺഗ്രസിനെയും CPM-നെയും ഞെട്ടിച്ചു. ഇതോടെയാണ് ചില ചാനലുകൾ ശോഭ മൂന്നാം സ്ഥാനത്താകുമെന്ന രീതിയിൽ ബോധപൂർവം ചില സർവേകൾ നടത്തി ശോഭയുടെ ശോഭ കെടുത്താനായി നോക്കുന്നത്. CPM-ന്റെ സ്ഥിതി ശോഭനീയമല്ല എന്ന് വ്യക്തമാണ്. സുധാകരൻ ഇടഞ്ഞാണ് നിൽക്കുന്നത്. SDPI-ക്കാർ CPM-ൽ നേടിയ വലിയ ആധിപത്യം ആരിഫിനെതിരായ ട്രെൻഡ് സൃഷ്ടിക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ ആലപ്പുഴയിലെയും കായംകുളത്തെയും മുസ്ലിങ്ങൾ ലീഗുകാരാണ്. CPM-ന്റെ മോദിക്കെതിരായ വർഗീയ വിചാരണ ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗുകാരെ പോലെയും മോദിക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. പ്രീതി നടേശനാണ് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത്. ഇതിനർത്ഥം വെള്ളാപ്പള്ളിയുടെയും പിന്തുണ ശോഭയ്ക്കുണ്ട് എന്ന് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം A+ മണ്ഡലമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയും അവിടെ എത്തിയേക്കുമെന്നാണ് കരുതുന്നത്. ആലപ്പുഴയിലെ ശോഭയുടെ പിന്തുണ ഏറുന്നതോടെ ചില ഇടത് മാധ്യമ പ്രവർത്തകർ തന്നെ ശോഭയെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന്റെ സ്വത്ത് വിവരം ഒരു വനിതാ മാധ്യമ പ്രവർത്തക പകപോക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. തന്റെ 2 ആൺമക്കൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക കൊണ്ട് 2 സ്ഥലങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവതിയായ അമ്മയാണ് താനെന്നാണ് ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞതോടുകൂടി ഈ വനിതാ മാധ്യമ പ്രവർത്തക കണ്ടം വഴി ഓടുകയായിരുന്നു. കേരളത്തിൽ വിജയസാധ്യത എന്നതിൽ നിന്നും മാറി വിജയം ഉറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നിരിക്കുകയാണ് എന്നും ഇക്കുറി ആലപ്പുഴ ചരിത്രം കുറിക്കുമെന്നും TG മോഹൻദാസ് പറയുകയാണ്. എന്തായാലും കണ്ടറിയാം ആലപ്പുഴയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന. എല്ലായ്പ്പോഴുമുള്ള ഒരു ശുഭ പ്രതീക്ഷ നൽകുന്ന വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ആ ഒരു കരുത്തും ആർജവും എല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആറ്റിങ്ങലിൽ ഒരുപക്ഷെ ശോഭ നിന്നിരുന്നെങ്കിൽ വിജയം ഉറപ്പായിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഒരു വഴിവെട്ടുന്ന ആളായിട്ടല്ല, മറിച്ച് ഒരു വിജയിയാകാൻ തന്നെ വന്നവളാണെന്നടക്കമുള്ള നിരീക്ഷണവും ഇപ്പോൾ വരികയാണ്.